യൂറോ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തുന്നു. അതെ, ഇന്ന് യൂറോയിൽ വമ്പൻ മത്സരങ്ങൾക്ക് കളമൊരുങ്ങുകയാണ്. സ്പെയിൻ ജർമ്മനിയെയും ഫ്രാൻസ് പോർച്ചുഗലിനെയുമാണ് നേരിടാൻ പോകുന്നത്. ആദ്യ മത്സരത്തിൽ സ്പെയിനും ജർമ്മനിയും ഏറ്റുമുട്ടുമ്പോൾ പകവീട്ടാൻ ഒരുങ്ങിയിറങ്ങുകയാണ് ജർമ്മനി എന്ന് കേൾക്കുന്നു. എന്നാൽ കേട്ടുകേൾവി മാത്രമല്ല, പകവീട്ടാൻ തന്നെയാണ് ജർമ്മനി ഇറങ്ങുന്നത്. 2008 യൂറോയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്തായിരുന്നു അന്നാ ഫൈനലിൽ ജർമ്മനിയെ കീഴടക്കി സ്പെയിൻ ചാമ്പ്യന്മാരായത്. ആ കണക്ക് വീട്ടാൻ ഒരു അവസരം കിട്ടുമ്പോൾ അത് മുതലെടുക്കാതെ ജർമ്മനി പട മടങ്ങില്ല. പക്ഷെ കഴിഞ്ഞില്ല. സ്പെയിനാണെങ്കിൽ ടീമിൻ്റെ വളർച്ചയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ജർമ്മനി ഒരു പാടുപെടേണ്ടി വരും. ഏതായാലും നാളെ രാത്രി 9:30 കളത്തിൽ ഇരു ടീമുകളും ഇറങ്ങും. 90 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഭാഗത്ത് കണ്ണീരും മറുഭാഗത്ത് സന്തോഷവും ഉണ്ടാകുമോ, അതോ എക്സ്ട്രാ ടൈമിലേക്ക് പോകുമോ, അതും കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടിലായിരിക്കുമോ കളിയുടെ വിധി? ഒന്നും പറയാൻ പറ്റാത്ത മത്സരമായിരിക്കും. എന്നാൽ ഇതാ യൂറോയിലെ രണ്ടാം മത്സരവും ഒരു ശക്തമായ മത്സരം തന്നെയാണ്. മത്സരത്തിൽ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും തമ്മിലാണ് മത്സരം. എന്നാൽ അതവിടെ നിൽക്കട്ടെ, വീണ്ടും ഒരു പക. അതെ, 2016 യൂറോയുടെ ഫൈനലിലാണ് ഫ്രാൻസിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് യൂറോ ചാമ്പ്യന്മാരായി പോർച്ചുഗൽ അട്ടഹസിച്ചത്. എന്നാൽ അതിൻ്റെ പക വീട്ടാൻ വീണ്ടും ഒരു യൂറോ കളമൊരുങ്ങുന്നു. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം ഇതാ അവർ വീണ്ടും നേർക്കുനേർ മുട്ടുകയാണ്. എന്നാൽ അന്നാം മത്സരത്തിൽ വെറും 25 മിനിറ്റ് മാത്രമാണ് പോർച്ചുഗലിന് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചത്. ഇന്ന് അയാൾ ഫുൾ ടൈം കളിക്കുമെങ്കിൽ എന്തായിരിക്കും വിധി? അയാളുടെ വീറും വാശിയും ഇന്ന് ഈ കളത്തിൽ കാണാം. എന്നാൽ മറുഭാഗത്ത് കിലിയൻ എംബാപ്പെ ആകട്ടെ ലോക ചാമ്പ്യന്മാരാകാൻ വന്ന് അവസാന പടിയിൽ തോറ്റു മടങ്ങേണ്ടി വന്നവരാണ്. അതിൻ്റെ പക ഇവിടെ തീർത്ത് ഈ യൂറോയിൽ മുത്തമിടാനാണ് കിലിയൻ എംബാപ്പയും സംഘവും എത്തുന്നത്. ഏതായാലും കിലിയൻ എംബാപ്പെ ഒരു ഭാഗത്തും ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ മറുഭാഗത്തും ഉണ്ടാകുമ്പോൾ ആ കളം ഒരു മനോഹരമായിരിക്കും. നാളത്തെ രാത്രിയിൽ ആ വീറും വാശിയും കഴിഞ്ഞ് ആരായിരിക്കും സന്തോഷിക്കുക, ആരായിരിക്കും കരഞ്ഞു മടങ്ങുക? ക്രിസ്ത്യാനോയുടെ ലാസ്റ്റ് യൂറോയിൽ അയാൾ മുത്തമിടുമെന്ന പ്രതീക്ഷയിൽ ഒരു പറ്റം ആരാധകരും. യൂറോയുടെ അപ്ഡേറ്റ്സുകൾ അറിയാൻ സോക്കർ ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.